അമിനേഷൻ ഓഫ് ഹാലോ അറൈൻസ് എന്താണെന്ന് നോക്കാം. അമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് യൂസ്ഡ് ഫോർ ദി സിന്തസിസ് ഓഫ് കാർബൺ നൈട്രജൻ ബോണ്ട്. കാർബൺ നൈട്രജൻ ബോണ്ട് ഫോർമേഷന് യൂസ് ചെയ്യുന്ന ഒരു സിന്തസിസ് ആണ് അമിനേഷൻ. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ അമിനേഷൻ ഓഫ് ഹാലോ അറൈൻസിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ബുച്ച്വാർഡ് ഹാർട്ടിംഗ് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പലേഡിയം കാറ്റലൈസ്ഡ് ക്രോസ് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ഇവിടെ അമീൻസും അറൈൽ ഹാലൈഡ്സും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കാർബൺ നൈട്രജൻ ബോണ്ട് ഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത്. ദെൻ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് പലേഡിയം കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് വിത്ത് ദ അഡീഷൻ ഓഫ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അറൈൽ ബ്രോമൈഡ്സും അതുപോലെ തന്നെ NN ഡൈ ഈഥൈൽ അമിനോ ട്രൈ ബ്യൂട്ടിലിൻ ഇൻ ടൊളുവിൻ സോൾവെൻ്റ് ആണ്. ദെൻ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. 3 മണിക്കൂർ 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. മെയിനായി 4 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. ഒന്ന് ഓക്സിഡേറ്റീവ് അഡീഷൻ, ദെൻ കോർഡിനേഷൻ, then palladium amide bond formation and the fourth one is reductive elimination. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PD2, that is palladium 2 is reduced to PD0 by amines that contain alpha hydrogen or ligand. ഇനി നെക്സ്റ്റ് ആയിട്ടാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ സംഭവിക്കുന്നത്. Then palladium kicks one ligand OH and undergoes oxidative addition to form PD2 complex. ഇവിടെയുള്ള ഒരു പലേഡിയം എന്ത് ചെയ്യുന്നു? OH ലിഗാൻഡിനെ കിക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഓക്സിഡേറ്റീവ് അഡീഷൻ ഉണ്ടായിട്ട് PD2 കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ അഡീഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? അമീൻസ് അറ്റാക്ക് PD സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1X അണ്ടർ ദ ഹെൽപ്പ് ഓഫ് എ ബേസ്. ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് റിഡക്റ്റീവ് എലിമിനേഷൻ ഗിവിംഗ് ദ പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റ് ബാക്ക്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ഓക്സിഡേറ്റീവ് അഡീഷനും കോർഡിനേഷനും അതുപോലെ തന്നെ PD അമൈഡ് ബോണ്ട് ഫോർമേഷനും ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് റിഡക്റ്റീവ് എലിമിനേഷൻ. ഇതാണ് നമ്മുടെ ബുച്ച്വാർഡ് ഹാർട്ടിംഗ് കപ്ലിംഗ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ബൾക്കി ആൻഡ് കീലേറ്റിംഗ് ലിഗാൻസ് ദാറ്റ് ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് മെറ്റൽ സർഫസ് ഫെസിലിറ്റേറ്റ് എന്താണ്? ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ആൻഡ് റിഡക്റ്റീവ് എലിമിനേഷൻ. ബേസിസ് ഇവിടെ ബേസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹിയർ ബേസ് ഈസ് യൂസ്ഡ് ടു ഡീപ്രോട്ടണേറ്റ് ദ അമീൻ സബ്സ്ട്രേറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ കോർഡിനേഷൻ ടു പലേഡിയം ആറ്റം. ഇതാണ് അമിനേഷൻ ഓഫ് ഹാലോ അറൈൻസിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ഇൻ ബെൻസീൻ ആണ്. ദാറ്റ് ഈസ് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഇവിടെ നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്താണെന്ന് പറയാം. ബെൻസീൻ റിങ്ങിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രം അറ്റാച്ച് ചെയ്തതിനെയാണ് നമ്മൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ ഒന്ന് നോക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ 6 കാർബണും 6 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. കാർബൺ ആറ്റംസ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹൈഡ്രജൻ ആറ്റംസ് എന്തായിരിക്കും? ഈക്വലൻ്റ് ആയിരിക്കും. അവരുടെ നേച്ചർ സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും. When benzene is subjected to electrophilic substitution reaction, ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമേ ബെൻസീൻ റിങ്ങിൽ നിന്ന് റീപ്ലേസ് ചെയ്തിരുന്നു. എന്നിട്ട് ആ റീപ്ലേസ് ചെയ്ത ഭാഗത്തേക്ക് ഒരു ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അത് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തായിരിക്കും? അതിനെയാണ് നമ്മൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്ന് പറയാം. ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നതിനെ നമ്മൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്ന് പറയും. ഇനി മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ്റെ പൊസിഷൻസ് എന്താണെന്ന് നോക്കാം. ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് നമ്മൾ 1 എന്ന് നമ്പറിങ് ചെയ്തു തുടങ്ങിയാൽ നമുക്കതിൻ്റെ 1 and 4 പൊസിഷൻസ് ഈക്വലൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ പാരാ പൊസിഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമുക്കിതിൽ കാണാം 2 and 6 പൊസിഷൻസ് ഈക്വലൻ്റ് ആണ്. അതിനെ നമ്മൾ ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ് 3 and 5 ഈക്വലൻ്റ് ആണ്. അതിന് നമ്മൾ മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് എന്ത് നോക്കാം? ഡയറക്റ്റീവ് എഫക്റ്റ് ഓൺ ദി സബ്സ്റ്റിറ്റ്യൂവൻ്റ്, അതായത് ഓറിയൻറ്റേഷൻ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിലുള്ള ഓറിയൻറ്റേഷൻ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഈസ് ഫർദർ സബ്ജക്റ്റഡ് ടു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അങ്ങനെയാണെങ്കിൽ
ഈ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും ന്യൂ ഇൻകമിങ് ഗ്രൂപ്പ് ഏത് ഭാഗത്ത് വന്ന് അറ്റാച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾറെഡി അവിടെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിലെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കും ഇലക്ട്രോഫൈൽ എവിടെ ഓർത്തോ പൊസിഷനിലാണോ അതോ പാരാലാണോ അതോ മെറ്റാ പൊസിഷനിലാണോ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയൻറ്റേഷൻ എഫക്റ്റ് എന്ന് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇനി ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുക എന്ന് നോക്കാം. ഇവിടെ നമുക്കൊന്നുകിൽ എന്ത് കിട്ടും, മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ പ്രൊഡക്ട്സ് കിട്ടും, അല്ലെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഒരു മെറ്റാ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പോൾ നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രെയിനിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത് ഒരു വിൻഡോ സീറ്റാണ്. ഓൾറെഡി ആ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, ആ വിൻഡോ സീറ്റ് തരുമോ ഇല്ലയോ എന്നുള്ളത്. ആ വിൻഡോ സീറ്റ് തരണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ നേച്ചർ പോലെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഓറിയൻറ്റേഷൻ എഫക്റ്റ്. ഇവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കും ഈ വരുന്ന ഇൻകമിങ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഇലക്ട്രോഫൈൽ എവിടെ അറ്റാച്ച് ചെയ്യണം, ഏത് പൊസിഷനിലാണ് വന്ന് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോഫൈൽ ആയിരിക്കില്ല തീരുമാനിക്കുന്നത് എവിടെ വന്ന് അറ്റാക്ക് ചെയ്യണം എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ദ ഗ്രൂപ്പ്സ് ഓൾറെഡി പ്രസൻറ്റ് ഓൺ ബെൻസീൻ റിംഗ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഒന്നാമത്തത് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്, നെക്സ്റ്റ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ എന്ത് നോക്കാം, ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആ പേര് പോലെ തന്നെ എന്താണ്, ദ ഗ്രൂപ്പ് വിച്ച് ഡയറക്റ്റ് ന്യൂ ഇൻകമിംഗ് ഗ്രൂപ്പ് ടു ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ആർ കോൾഡ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. അതായത് പുതുതായി വരുന്ന ഇൻകമിംഗ് ഗ്രൂപ്പ് ഓർത്തോ അല്ലെ പാരാ പൊസിഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് ക്ലോറിൻ, ബ്രോമിൻ, OH, OCH3, NH2 എക്സെട്ര. ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഈ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് ഫീനോളിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ ഒന്ന് സ്റ്റഡി ചെയ്യാം. ഇവിടെ ഫീനോളിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജൻ ആറ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതാണ് ബെൻസീൻ്റെ വാരിയസ് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിലേക്ക് ലീഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ദാൻ ആസ് കമ്പയർഡ് ടു എന്തായിരിക്കും, മെറ്റാ പൊസിഷനിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടുതൽ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. സോ ദാറ്റ് ന്യൂ ഇൻകമിംഗ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഗ്രൂപ്പ്, അതായത് ഇലക്ട്രോഫൈൽ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. So that we can get the mixture of ortho and para products. In that also para product is major. ഇവിടെ para product ആണ് മേജർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് para product പൊസിഷനിലുള്ള 2 ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്. While as compared to ortho product 2 functional group are very close to each other which repulses each other and reduces the stability. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആർ എഗൈൻ ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ദാറ്റ് ഈസ് വൺ ഈസ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് ദി അതർ ഈസ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. നമുക്കിനി ആദ്യം തന്നെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഗ്രൂപ്പ് വിച്ച് ക്യാൻ attract the benzene ring pair for further electrophilic substitution reaction. അതായത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്താണ്, ഈ ബെൻസീൻ റിങ്ങിനെ ഫർദർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ വേണ്ടി ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണെന്ന് പറയാം. സോ ദിസ് ഇൻക്രീസസ് ദി ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഓൺ ബെൻസീൻ സ്പെഷ്യലി അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. നമുക്കതിന് എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറയാം, CH3, C2H5, NH2, NHR എക്സെട്ര. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്തൊക്കെയാണെന്ന്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഗ്രൂപ്പ്സ് വിച്ച് ക്യാൻ ഡീആക്ടിവേറ്റ് ബെൻസീൻ റിംഗ് ടു ഷോ ഫർദർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ.
ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബെൻസിൻ റിങ്ങിനെ ഫർദർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ്. ഇവിടെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. ദേ ആക്സെപ്റ്റ് ഇലക്ട്രോൺ ഫ്രം ബെൻസിൻ റിംഗ് ആൻഡ് ഹെൻസ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഓൺ ബെൻസിൻ ഡിക്രീസസ് ഡ്യൂ ടു വിച്ച് ബെൻസിൻ റിംഗ് ഡീആക്ടിവേറ്റ്സ്. എക്സാമ്പിൾ ക്ലോറിൻ, ബ്രോമിൻ, OH ഒക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ബി പാർട്ട് എന്താണ്? നമ്മൾ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് പറഞ്ഞു. നെക്സ്റ്റ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്താണ്? ഈ വരുന്ന ന്യൂ ഇൻകമിംഗ് ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിൻ്റെ മെറ്റാ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ NO2, COOH, COCH3, CONH2, CN, SO3H, CHO. ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ നൈട്രോ ബെൻസീൻ്റെ റെസണൻസ് സ്ട്രക്ചറാണ് നോക്കുന്നത്. ദ ഗ്രൂപ്പ് ഓൾറെഡി പ്രസൻറ്റ് ഓൺ ബെൻസിൻ റിങ് NO2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ NO2 എന്താണ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇനി നമുക്ക് ഈ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് NO2 ഗ്രൂപ്പ് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രോബെൻസിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ് നോക്കുന്നത്. നമുക്ക് ഈ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് ക്ലിയർ ആണ്. എന്താണ്? NO2 ഗ്രൂപ്പ് വിത്ഡ്രോസ് ഇലക്ട്രോൺ ഫ്രം ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ്? നമുക്ക് ക്ലിയർ ആണ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡിക്രീസസ് ഓൺ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ആസ് കമ്പയർഡ് ടു മെറ്റാ പൊസിഷൻ. On other words, we can say that density of electron of meta position is greater than ortho and para position. So the new incoming electron deficient group, അതായത് electrophile occupies meta position and we can get only meta product. Generally, meta directing groups are deactivating groups because they deactivate benzene ring by withdrawing electrons. Thank you.